അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നതാണോ അതോ മാതാപിതാക്കള് നിങ്ങളെ സ്നേഹിക്കുന്നതാണോ ഏറ്റവും പ്രിയങ്കരമായി? ഞാനത് കുറേ നാൾ ആലോചിച്ചതാണ്, ഏതാണ് നല്ലത്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? പറയണ്ട, അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുമെന്ന് പറയും എന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ്. ഏതാണ് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്? ദൈവത്തെ സ്നേഹിക്കുന്നതാണ്, അത് ദൈവം സ്നേഹിക്കുന്നതാണ്. ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പറയുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല എന്നാണ്. ദൈവം സ്നേഹിച്ചാൽ നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ദൈവം സ്നേഹിക്കുന്നവരുണ്ട്, അവർക്ക് ഇച്ചിരി ബലം കൂടുതലായി. ദൈവത്തെ മാത്രമാണ് നമ്മളെ സ്നേഹിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് അല്പം ബലം കുറവായിരിക്കും ജീവിതത്തിൽ. ദൈവം തിരിച്ച് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിന് ഇച്ചിരി ബലം ഉണ്ടാകുമെന്ന്. അങ്ങനെയുള്ളവരെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല എന്നത്. ദൈവം സ്നേഹിക്കുന്നു എന്ന് ഒരുവന് ഒരു പൂർണ്ണമായ ബോധ്യം ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ളവനെ ആർക്കും അങ്ങനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, തകർക്കാൻ പറ്റത്തില്ല, നശിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അത്രയും ബലമാണ്. ഇത് അറിയാനായിട്ട് ഞാനൊരു കഥ പറഞ്ഞത്. ഈ കഥ എന്നത് ഒരു അറബി കഥയാണ്. ഈ അറബി കഥയിൽ അതിലെ പ്രധാന ആളെന്ന് പറയുന്നത് ആദാമിന്റെ മകൻ അബൂവാണ്. ഈ അബു എന്ന് പറയുന്നത് തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ്. ദൈവത്തെ അതിയായിട്ട് സ്നേഹിക്കുന്നു. ഒപ്പം എന്ന് പറയുന്നത് ഇവൻ ചെയ്യുന്നതെല്ലാം നന്മയാണ്. ആരെയും ദ്രോഹിക്കാറില്ല. എല്ലാവർക്കും നന്മയുണ്ടാകണം എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്നവനാണ്. ആരെയും ദ്രോഹിക്കല്ലേ എന്ന് ചിന്തിക്കുന്നവൻ. അങ്ങനെ ഭൂമിയെ ജീവിച്ചു. അവൻ മരണമടഞ്ഞപ്പോൾ അവന്റെ വിധിക്കായിട്ട് പാതാളത്തിന്റെ വാതിൽക്കലെത്തി. അവിടെ വിധിയാളനായിട്ട് ദൈവത്തിന്റെ ഒരു മാലാഖ ഇരിപ്പം. മാലാഖയുടെ അടുത്ത് ചെന്ന് ഈ മാലാഖ ഇങ്ങനെ പുസ്തകത്തിന്റെ താളുകള് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുകയാണ്. മറിച്ച് എന്ന് പറയുന്നത് പലവരുടെയും പേര് വിളിച്ചിട്ട് അവരെ സ്വർഗത്തിലേക്ക് കയറ്റി വിടുകയാണ്. ഈ ആദാം ചെന്ന് അബൂ ചെന്നിട്ട് മാലാഖയോട് ചോദിച്ച് എന്റെ പേര് ഉണ്ടോ എന്ന്. ഈ മാലാഖ പുസ്തകം തിരിക്കുകയും മറിക്കുകയും എല്ലാ പേരും തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് ഈ അബുവിന്റെ പേര് മാത്രം ഇല്ല. അബു മാലാഖയോട് ചോദിച്ചു, എന്താണ് ഈ പുസ്തകത്തിന്റെ പേര്? മാലാഖ പറഞ്ഞു, ഇത് ദൈവത്തെ സ്നേഹിച്ച മനുഷ്യരുടെ പേരുകളാണ്. അവരെയാണ് സ്വർഗത്തിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിച്ച മനുഷ്യരുടെ പേര്. ആദാം ദുഃഖത്തോടെ നിൽക്കുകയാണ്, അവന്റെ പേരില്ല. ഈ അബുവിനോട് മാലാഖ പറഞ്ഞു, അബുവെ പേടിക്കുമെന്ന് വേണ്ട, ഒരു പുസ്തകം കൂടി ഇരിപ്പുണ്ട്, അതിനകത്ത് നമുക്ക് നോക്കാം. അങ്ങനെ മാലാഖ ആ പുസ്തകം എടുത്തു. പുസ്തകം മറിച്ചപ്പോൾ കാണുന്നതെന്ന് പറയുന്നത് ആദാമിന്റെ മകൻ അബുവിന്റെ പേരാണ്. സ്വർണ്ണ ലിപികളില് ആദ്യത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുന്നു ആദാമിന്റെ മകൻ അബൂ.